അതുകൊണ്ട് എന്നാ വേണം? മാറിയോ? എന്നിട്ട് ഇതൊക്കെ വേണോ? എന്നാ വേണോടാ? നിനക്ക് എന്നാടി വേണ്ടിട്ട് കുട്ടിയാ? വിട് 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 വിട്, അവൻ വിട്ടേക്ക്. വിട്. പിള്ളേർക്കൊക്കെ ആയിട്ട് വലിയ ഇഷ്ടമാണ്. അപ്പം അവന് നല്ല ചുമയും പനിയുടെ ആ ഒരു ഇതൊക്കെ ഉണ്ടെന്നേ. അപ്പം അവന് ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു ക്യാരറ്റ്. കുറേ നേരം ചൊല്ലി ക്യാരറ്റ് തരുമൊക്കെ ആയിട്ട്. ചുമയും ഇതൊക്കെ ഉള്ളത് കൊണ്ടിട്ട് ഞാൻ പറഞ്ഞ് തണുത്തൊന്നും കഴിക്കണ്ട, തണുപ്പ് മാറട്ടെ പിന്നെ കഴിക്കാന്ന് പറഞ്ഞു. അപ്പം അവൻ എന്നിട്ട് പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചെന്താ ഞാൻ പറഞ്ഞു ശരി നീ ക്യാരറ്റ് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അല്ലേ ബാലുസേ? എനിക്ക് ഈ പാചകങ്ങളൊക്കെ ചെയ്യാനൊന്നും അത്ര അറിയത്തൊന്നുമില്ല. ഞാൻ കല്യാണത്തിന് ശേഷമാണ് പാചകമൊക്കെ പഠിക്കുന്നത്. എൻ്റെ അമ്മ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു. സ്കൂളിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അമ്മ ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമായിട്ട് ഉണ്ടാക്കി വെക്കും. പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള സ്നാക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുന്നതിനേലും കൂടുതൽ അമ്മ ഉണ്ടാക്കി തരുന്നതായിരുന്നു. ഇപ്പം നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളായപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ നമുക്കിത് പഠിക്കാണ്ട് പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ പതിയെ ഓരോന്നൊക്കെ പഠിച്ചു തുടങ്ങി. നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊരു ഫാമിലി ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ട്രൈ ചെയ്യാമല്ലോ. ഏട്ടനാണെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോഴത്തേക്കും ഒന്ന് മോശമായതിൻ്റെ പേരിൽ എന്നെ കുറ്റം പറയുകയോ അതിൻ്റെ പേരിൽ എന്നെ ഇതാക്കുകയോ ചെയ്യില്ല. അപ്പോൾ പിന്നെ എനിക്ക് പിന്നെയും ഇഷ്ടമാണ് ഓരോന്നൊക്കെ ചെയ്ത് നോക്കാനായിട്ട്. പേടിയായിരുന്നു ഞാൻ ചെയ്യുന്നത് ചെയ്യണോ എന്നൊക്കെ ഓർത്ത് പേടിച്ചിരുന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അപ്പോഴും ഒരു കുറ്റം പറയാതിരുന്ന കഴിക്കണമെങ്കിൽ പിന്നീട് ശരിയാക്കണമെന്ന് തോന്നും എല്ലാവരും. അങ്ങനെയാണ് ഞാൻ ഈ ഒരു രീതിയിലോട്ട് എത്തിയത്. ഞാൻ പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. എനിക്കുണ്ട് തെറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാതെ എത്രയോ തവണ വരുന്നത്, ചിലതൊക്കെ ചെയ്യാതുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. കുറേ പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്ന് ശരിയാവുമല്ലോ ആ ഒരു ഇത്. ഏട്ടൻ്റെ നാട് പാലക്കാടാണ്. ഞങ്ങൾ പാലക്കാട് പോകുമ്പോഴും ഇതേപോലെ തന്നെ എനിക്ക് ഫുൾ ഫ്രീഡാണ്. എങ്ങനെ വേണമെങ്കിലും ഏത് രീതി വേണമെങ്കിലും കുക്ക് ചെയ്തോ എന്നുള്ളൊരിത്. അത് കാരണം എനിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ശരിയാകുമോ എന്നുള്ളൊരു പേടിയൊന്നുമില്ല. എനിക്കറിയാവുന്ന രീതിക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും, എല്ലാവർക്കും സന്തോഷം. അത് കാരണം എനിക്ക് ടൈം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ കുഴപ്പമില്ല. ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്ത് ഒട്ടും ടൈമില്ലാതെ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ആകെ ടെൻഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒരുവിധമൊക്കെ ഒപ്പിച്ചൊക്കെ എടുത്തിരിക്കും. ഇത് കണ്ട നമ്മുടെ ഹൽവയ്ക്ക് വേണ്ടിയിട്ട് കിടന്ന് തിളയ്ക്കുന്ന പാലും ക്യാരറ്റും എന്താണ് പോപ്പിയാണോ ഇതൊക്കെ കൊണ്ട് കടിച്ചിട്ടിരിക്കണത്? ആ ഇങ്ങോട്ട് പോരി, നമുക്ക് പിന്നെ എടുത്ത് കളയാട്ടാ. ക്യാരറ്റ് പാലൊഴിച്ച് വെച്ച് പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാക്കേണ്ടത്? ഒരു സാധനം ക്യാരറ്റ് ഹൽവ. ഓ അതങ്ങനത്തെ ഒരു സാധനം. നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കൊണ്ടുപോയി ഓരോരുത്തരെടുത്ത് കാണിച്ച് ചോദിക്കാം. ഹായ്, എല്ലാവരും ബിസിയാണോ? ഏട്ടാ ഇന്നിങ്ങോട്ട് വരുമോ? കണ്ട ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് എങ്ങനെയുണ്ട്?
ഇഷ്ടപ്പെട്ടോ പൊന്നൂസേ? പൊന്നൂസൂടെ ആൻറ്റിയുടെ കൂടെയാണോ? പൊന്നോ ഇങ്ങോട്ടൊന്ന് വന്നേ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ശരിക്കും നിനക്ക് ഇഷ്ടപ്പെട്ടാ? എന്നാ വാ കഴിക്കാം. ഇപ്പൊ വേണ്ടേ? വാ വാലിക്കുട്ടന് തരാം. വാ. ഇഷ്ടപ്പെട്ടാ? ശരിക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇതെന്താ കഴിക്കാത്ത? ഒരു രൂപ മതിയാ? എന്നെ പോണാ? ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ മാത്രമേ കഴിക്കാനായിട്ടുള്ളൂ. ക്യാരറ്റ് ആണെന്നേ പറയത്തില്ല. നല്ല അവരൊക്കെ ഇപ്പൊ വരാം പിന്നെ വരാന്ന് പറഞ്ഞ് പോയിട്ട് മിക്കവാറും വരണ സമയമാകുമ്പോ ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ടാവും. ആണോ? ഏട്ടാ വായേട്ടാ. ടർക്കി ബസ് മാത്രമേ കഴിക്കാനുള്ളൂ. കഴിക്കാൻ പറ്റാൻ കൊതിപ്പിച്ചു കഴിച്ചു. പിന്നെ എന്തോട്ട് പൊന്നോട് മാത്രം വെക്കാൻ പറ്റില്ല. പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ? അമ്മ ഉണ്ടാക്കിയ ഹെൽപ്പ് ചെയ്യണം.